ഗബ്രി ഇപ്പോഴും സീക്രട്ട് റൂമിലാണ്. അടുത്ത ആഴ്ച തിരിച്ചു വരും. ഗബ്രിയേക്കാൾ കഴിവ് കുറഞ്ഞ ഒരുപാട് കണ്ടസ്റ്റൻസ് ഇതിനകത്തുണ്ട്. അവരെ ഒന്നും പറഞ്ഞു വിടാതെ ഗബ്രിയെ ഒരിക്കലും ബിഗ് ബോസ് പുറത്താക്കില്ല. ജാസ്മിൻ ഇരുന്ന് പറയുന്നതാണ് ഇതൊക്കെ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഗബ്രി തിരിച്ചു വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാനും ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്, ഞാൻ പോകും എന്നൊക്കെ ജാസ്മിൻ ഇരുന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഗബ്രി, നീ ഫ്രൂട്ട്സ് കഴിക്കുകയാണോ? നീ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? നീ അടുത്ത ആഴ്ച തിരിച്ചു വരില്ലേ? ഇങ്ങനെയൊക്കെ എവിടെയും തൊട്ടും തൊടാത്ത രീതിയിൽ ഇങ്ങനെ ജാസ്മിൻ ബിഗ് ബോസിനകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട്, ആളുകളായിട്ട് തട്ടിക്കയറുന്നുമുണ്ട്. അതിനൊന്നും ഒരു കുറവുമില്ല. ചില സമയങ്ങളിൽ മാത്രം ഇങ്ങനെ ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണോ, അതോ ഇനി പഴയ ട്രാക്ക് വിട്ടുപോയാൽ ഇനി തനിക്ക് വോട്ട് കുറയുമോ, ഇനി നോമിനേഷനിൽ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേറെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ചെയ്യുന്ന ഒരു തരം കളിയാണോ? ഇനിയിപ്പോൾ എന്തായാലും പഴയ ലവ് സ്ട്രാറ്റജിയോ ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജിയോ ഒന്നും നടക്കത്തില്ലല്ലോ. ഒരാളില്ല, അപ്പോൾ മറ്റൊരാൾ അല്ലെങ്കിൽ അയാളുടെ വിയോഗത്തിൽ ഇയാൾ ദുഃഖിക്കുന്നു എന്ന് കാണിക്കാനാണോ, അതിലൂടെ സിമ്പതി വോട്ട് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണോ, അതോ ഇനി പുതിയ എന്തെങ്കിലും പ്ലാനാണോ, അതോ ഇനി മനസ്സിൽ വിഷമം തോന്നിയിട്ട് ശരിക്കും കാണിക്കുന്നതാണോ അറിഞ്ഞുകൂടാ. ഇദ്ദേഹം കാണിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്. കാരണം ആദ്യം മുതൽക്കേ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ കരയുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ചിരിക്കുകയാണെങ്കിൽ പോലും നമുക്കത് ഉള്ളിൽ തട്ടി ചെയ്യുന്ന പ്രവൃത്തിയാണോ എന്നൊരു സംശയം തോന്നത്തക്ക രീതിയിലാണ് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലമായിട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 55 ദിവസമായിട്ട് അതാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു വിശ്വാസക്കുറവ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ അവർ മെനക്കെടാറുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ റസ്മിൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിനക്കെന്ത് തോന്നുന്നു, നീ ആ രീതിയിൽ എടുത്തോളൂ, നിൻ്റെ മനസ്സിൽ എന്താണ് ഉത്തരം, ആ ഉത്തരം നീ സ്വീകരിക്കുക, അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എനിക്കും ഗബ്രിക്കും ഞങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരസ്പരം എന്താണ് ഉത്തരം എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങൾക്കത് വ്യക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും ചെയ്യാം. അതിലുപരി മറ്റാരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നീ നിൻ്റെ പാടു നോക്കുക എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം റസ്മിനോടും ഗബ്രിയുമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മറുപടിയായിട്ട് ജാസ്മിൻ പറഞ്ഞത്.